അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മീനും പച്ചക്കറി ചിക്കനും ഒന്നുമില്ല. അതുകൊണ്ട് വിചാരിച്ചു പപ്പടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഒരു 4-5 പപ്പടം പൊരിച്ചെടുത്തു, 5 പപ്പടം പൊരിച്ചെടുത്തു. ഇനി ഒരു ചട്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. കുറച്ച് കടുക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 ഇല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് വറ്റൽമുളക്, ഒരു 8 വറ്റൽമുളക്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെന്താണ് വിശേഷം? എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു ഉള്ളി, അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി തക്കാളി ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. ഒരു 2 തക്കാളിയാണ്. നമുക്ക് മീനും പിന്നെ പച്ചക്കറിയും ഒന്നുമില്ല എന്നെല്ലാം കാണുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഈ കറിക്ക്. ചോറൊക്കെ അങ്ങനെ ഉണ്ടാക്കി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾ പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മഴക്കാലമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. മീനൊന്നും ഇല്ലാതായിപ്പോയാൽ ആകെ ഒരു 2-3 മിനിറ്റ് കൊണ്ടാവുകയും ചെയ്യും. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത്, ചെറിയ ജീരകം എണ്ണയിലായിരുന്നു ഇടേണ്ടത്, എനിക്ക് മറന്നുപോയി. അങ്ങനെ ഇപ്പോൾ ഇട്ട് കൊടുത്ത് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പപ്പടം പൊടിച്ചിട്ട് മസാലയിൽ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കൈവച്ച് പൊടിച്ചെടുക്കാം. ഇനി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് അറിയാം, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് ഉണ്ടാക്കിക്കോളി. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്. ഈ പപ്പടക്കറിക്ക് ഒരു എന്താ പറയുക, പ്രത്യേക ഒരു രുചിയാണ്. അങ്ങനെ ഞാനതിലേക്ക് ഒരു പകുതി പാലില്ലേ, തേങ്ങൻ്റെ, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1ൻ്റെ പകുതി പാൽ. ഇവിടെ ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ, അത്ര കറിയേ വേണ്ടു. നല്ല ടേസ്റ്റിലാണ് ഈ കറി ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു ആംപ്ലേറ്റ് മാത്രം മതി. പപ്പടക്കറി ഒരു ആംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് ചോറ് തിന്നാം. അത്രയും നല്ല രുചികരമായൊരു കറിയാണ്. ഇനി ഒരു ആംപ്ലേറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഒരു ഉള്ളിയും ഒരു തക്കാളിയും ഒരു 5-6 പച്ചമുളകും ഇച്ചിരി കുരുമുളക് പൊടിയും 5 മുട്ടയും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓംപ്ലേറ്റൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നില്ല അല്ലേ, ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കുന്നതാണ്. അങ്ങനെ ഒന്ന് ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മുടെ ആംപ്ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാ, ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓംപ്ലേറ്റും ഉണ്ടാക്കി. അപ്പോൾ ഇക്കയൊക്കെ വന്നു. ഇനി ചോറ് തിന്നാൻ പോവാണ്. പിന്നെ കറി ഇന്നലത്തെ സാമ്പാറുണ്ട്, കുറച്ച്
അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതെല്ലാം തന്നെ ഉള്ളൂ. കണ്ട നല്ല ടേസ്റ്റുള്ള പപ്പടക്കറി, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. സാമ്പാർ കണ്ട ഇന്നലത്തേതാണ്. സാമ്പാർ ഇന്ന് വെച്ചാൽ പിറ്റേന്നൊക്കെ ഞങ്ങൾ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.